നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ ഗുരുജന്മാർക്കും പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ഈ ഏകാദശം 7-ാം അധ്യായം 21 എടുക്കണ്ടേ? അതെ സാറേ, 21 അവസാനം ആത്മനോ ഗുരുവാത്മൈവ പുരുഷസ്യ വിശേഷത, അതാണ് തീർത്തത്. അവൻ വരെ എടുത്ത് പുരുഷത്വേതമാം ധീരാഫംഖയോഗ വിശാരദ ആവിസ്തരാം പ്രവശ്യന്തി സർവശക്തിയുപബൃംഹിതം. ഉദ്ധവരുടെ ചോദ്യത്തിന് ഭഗവാൻ പറയുന്ന മറുപടിയാണ്, എനിക്ക് ഗൃഹസ്ഥാശ്രമിയായ എനിക്ക് വിരക്തി ഉണ്ടാകണമെങ്കിൽ, ആസക്തി മാറിയിട്ട് വിരക്തി ഉണ്ടായി ലക്ഷ്യത്തിലേക്ക് പോകാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ മറുപടി കൊടുക്കുന്ന അത് ഉപദേശിച്ചു തരുവാൻ ഗുരു തന്നെ വേണം. തനിക്ക് ഹിതാഹിതങ്ങളെ വേണ്ടതും വേണ്ടാത്തതും ഉപദേശിച്ചു തരുന്നത് ഗുരുവാണ്. ആത്മാവ് തന്നെയാണ് ഗുരു. അതുകൊണ്ട് ശ്രേയസ് നൽകാൻ ആ ഗുരുവിനെ തന്നെ പ്രാപിക്കണം എന്ന് പറഞ്ഞിട്ട് പുരുഷത്വേജമാം ധീരാഹം പുരുഷത്വേച്ച പുരുഷത്വത്തിൽ മാം പുരുഷത്വം പുരിയിൽ ശയിക്കുന്ന ജീവാത്മാവ് അല്ലെങ്കിൽ മനുഷ്യൻ എന്നർത്ഥം. ഈ മനുഷ്യജന്മത്തിൽ പുരുഷത്വത്തിൽ മാം എന്നെ ധീരാഹ ധീരന്മാർ സാംഖ്യയോഗ വിശാരദാഹ സാംഖ്യത്തിലും യോഗത്തിലും വിശാരദന്മാർ, പണ്ഡിതന്മാരായ സമർത്ഥന്മാരായ ധീരന്മാർ, വിവേകികൾ ആവിസ്തരാം സ്പഷ്ടമായിട്ട് വിസ്തരമായിട്ട് ആവിസ്തരം എങ്ങനെ പറഞ്ഞാൽ അത് സ്പഷ്ടമാകുമോ അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രപശ്യന്തി കാണുന്നു സർവശക്തി ഉപബൃംഹിതം എല്ലാ ശക്തികളിലും ഉപബൃംഹിതമായ വളർന്ന് വികസിച്ച് കാണുന്ന മാം എന്നെ സ്പഷ്ടമായിട്ട് പറയുന്നു. മനുഷ്യജന്മത്തിലെ സാംഖ്യ യോഗാദികളായ ശാസ്ത്രങ്ങളിൽ ദർശനങ്ങളിൽ നന്നായി പഠിച്ച് വിവേകം സിദ്ധിച്ച സജ്ജനങ്ങൾ എന്നെ സ്പഷ്ടമായി കാണാൻ പറ്റും. മനുഷ്യജന്മത്തിൽ വിജ്ഞാനം കൊണ്ടാണ് എന്നെ കാണുന്നത്. വിജ്ഞാനം ശാസ്ത്രവിജ്ഞാനമാണ്. അങ്ങനെ മാത്രമേ സ്പഷ്ടമായി കാണാൻ പറ്റുള്ളൂ. അറിഞ്ഞു കാണുക, വിജ്ഞാനത്തിലൂടെ ജ്ഞാനം നേടുക. വിജ്ഞാനസഹിതമായിരിക്കണം ജ്ഞാനം എന്ന് വേദങ്ങൾ ഈ ജ്ഞാനവിജ്ഞാനങ്ങളെ കുറിച്ച് ഉപബൃംഹണം ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് പിന്നീട് പുരാണം വരെയുള്ള സകല ശാസ്ത്രങ്ങളും എഴുതിയിരിക്കുന്നത്. ഇതിഹാസ പുരാണാഭ്യാം വേദാർത്ഥമുപബൃംഹയേത്. അതുകൊണ്ട് മനുഷ്യജന്മത്തില് എന്നെ കാണണമെങ്കിൽ വിജ്ഞാനം നേടണം. വിജ്ഞാനം ഉപദേശിച്ചു തരാൻ ഗുരുക്കന്മാരാണ് കൂടെയുള്ളത്. എല്ലാവരിൽ നിന്നും സകല വിജ്ഞാനവും നേടി ആ വിജ്ഞാനത്തിലൂടെ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരണം എന്ന് പുരുഷത്വേജവാം ധീരാ സംഖ്യയോഗ വിശാരദ
ആവിസ്തരാം പ്രപശ്യന്തി സർവശക്തിബഹിർമുഖിതം പുരുഷത്വേജമാം ധീര സംഖ്യയോഗ വിശാരദ. ആവിസ്തരാം പ്രപശ്യന്തി സർവശക്തിബഹിർമുഖിതം ഏകദ്വിത്തി ചതുഷ്പാദോ ബഹുപാദസ്തഥാപദഃ ബഹ്വ്യഃ സന്തി പുരഃസൃഷ്ടാം താസാം മേ പൗരുഷേ പ്രിയാം. അനേക ശരീരങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏക ദ്വി ത്രീ ചതുഷ്പാദ, ഒരു കാലുള്ളത്, രണ്ടു കാലുള്ളത്, മൂന്ന് കാലുള്ളത്, നാല് കാലുള്ളത്. ഏക ദ്വി ത്രീ ചതുഷ്പാദോ ബഹുപാദാഹ, അനേകം കാലുകളുള്ളത്. 6 കാല് 8 കാല് എന്നിങ്ങനെ ഉള്ള ജീവികളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. തഥാ അപദ, കാലുകളൊന്നുമില്ലാത്തതിനെ സൃഷ്ടിച്ചിട്ടുണ്ട്, പാമ്പ് മുതലായതിനെ. അപ്പൊ ഇങ്ങനെ എന്റെ സൃഷ്ടികൾ ഏക ദ്വി ത്രീ ചതുഷ്പാദവും ബഹുപാദ തഥാ അപദ ബഹ്വ്യസന്ധി, ധാരാളമുണ്ട്. പുരഹ, ശരീരങ്ങൾ, സൃഷ്ടാഹ, സൃഷ്ടിക്കപ്പെട്ടത്, താസാം, അവകളിൽ വെച്ച് മേ പൗരുഷി പ്രിയ, അവകളിൽ വെച്ച് എനിക്ക് ഇഷ്ടമായത് മനുഷ്യജന്മമാണ്. അനേക ജന്മങ്ങളുണ്ട്. കാരണം വീണ്ടും തിരിച്ചു വരാത്ത എന്റെ പദം സാധിക്കാൻ പറ്റുന്ന മനുഷ്യർക്കേ ഉള്ളൂ. ജന്തൂനാം നരജന്മ ദുർലഭം അതപുംസ്ത്വം. പല പല ജീവികൾ കഴിഞ്ഞിട്ടാണ് ഈച്ചയും പാറ്റയും പുഴുവും ഒട്ടയും പാമ്പും ഒക്കെ ഇങ്ങനെ പല പല ജന്മം കഴിഞ്ഞു നേടി വനോജ്ഞമാമീ മനുഷ്യജന്മം. അങ്ങനെയുള്ള മനുഷ്യജന്മത്തിൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ മനുഷ്യജന്മത്തുള്ളതാണ്. ഏകദ്വിത്രിചതുഷ്പാദോ ബഹുപാദസ്തഥാപദ ബഹ്വ്യസന്തി പുരഃസൃഷ്ടാസ്താസാം മേ പൗരുഷേ പ്രിയാം. ഏകദ്വിത്രി ചതുഷ്പാദോ ബഹുപാദസ്തഥാപദ ബഹ്വ്യസന്തി പുരഃസൃഷ്ടാസ്താസാം മേ പൗരുഷേ പ്രിയാം. അത്ര മാം മൃഗയന്ത്യദ്ധായുക്താ ഹേതുഭിരീശ്വരം ഗൃഹ്യമാണേ കുളേർലിംഗൈ അഗ്രാഹ്യമനുമാനതാം. അത്ര, ഇതിൽ വെച്ച് മാം എന്ന് മൃഗയന്തി അന്വേഷിക്കുന്നു. ഇതിൽ വെച്ച് എന്നെ അന്വേഷിക്കുന്നത് മനുഷ്യജന്മത്തിലാണ്, മറ്റൊരു ജന്മം കൊണ്ടും അല്ല. അത്രമാ മൃഗയന്തി അദ്ധാഹ, തീർച്ചയായിട്ടും സൂക്ഷ്മമായി. ഹേതുഭിഹി ഈശ്വരം, ഹേതുക്കളെ കൊണ്ട്, ഹേതുക്കൾ കാരണങ്ങൾ, ലിംഗാദികളായ കാരണങ്ങളെ കൊണ്ട് ഈശ്വരം മാം മൃഗയന്തി, ഈശ്വരനായ എന്നെ മനുഷ്യർ അന്വേഷിക്കും. ഗൃഹ്യമാണേഹി ഗുണൈഹി ലിംഗൈഹി, ഗൃഹ്യമാണങ്ങളായ സ്വീകരിക്കപ്പെടുന്ന ഗുണങ്ങളാൽ, ഗുണകാര്യങ്ങളായ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയം, അവയാണ് ഗുണങ്ങൾ. സൃഗുണങ്ങളാൽ ബാധിക്കപ്പെടുന്നത് ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയം നിയന്ത്രിക്കുന്ന മനസ്സാണ്, മനസ്സിനെ നിയന്ത്രിക്കുന്ന ബുദ്ധിയുമാണ്. ഗൃഹ്യമാണേർ ഗുണൈഹി ലിംഗൈഹി, ലിംഗങ്ങളെ കൊണ്ട്. അത് ലിംഗങ്ങൾ കാരണങ്ങൾ, അടയാളങ്ങളാണ്. അതിനെ ന്യായശാസ്ത്രത്തിലേക്ക് കടന്നാൽ വ്യാപ്തി ലക്ഷണാത്മകമായ ലിംഗം, അതാണ് അനുമാനം. ലിംഗം കൊണ്ടാണ് അനുമിക്കുന്നത്. പക്ഷം കൊണ്ട്, വ്യാപ്തി കൊണ്ട്, ഹേതു കൊണ്ട് ഒക്കെയാണ് അനുമാനം നിർവഹിക്കുന്നത്. 5 അവയവങ്ങളാണ്. അനുമാനത, അനുമാനം കൊണ്ടും ശരിയായിട്ടും മൃഗയന്തി തിരിയുന്നു.
മനുഷ്യർ എന്നെ അന്വേഷിക്കാനുള്ള പല വഴികളാണ് പറഞ്ഞു കൊടുത്തത്. മനുഷ്യ ശരീരമാണ് ഈശ്വര ഭക്ഷണക്കാലത്ത് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഉപകരണം. ആ ഉപകരണത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ ശ്രമം ചെയ്യേണ്ടത്. അതിന് കണ്ടുപിടിച്ച 2 മാർഗങ്ങളാണ്. ഒന്ന്, ലോകത്തിലുള്ള പദാർത്ഥങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുക. ബുദ്ധിയും ഇന്ദ്രിയവും മനസ്സും ആകുന്ന ജഡങ്ങളായ ഈ വസ്തുക്കളെ കൊണ്ട് സ്വതവേ പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യത്തെ പ്രകാശമില്ലാത്ത വസ്തുക്കളെ കൊണ്ട് പ്രകാശിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ആലോചനയാണ്, വിജ്ഞാനമാണ് വഴി മാർഗം. അല്ലെങ്കിൽ വ്യാപ്തിജ്ഞാനത്തിന് ജനിക്കുന്ന അനുമാന പ്രമാണം കൊണ്ടാവാം. ഇങ്ങനെ 2 വിധത്തിൽ ഈശ്വരനെ അറിയാൻ പറ്റും. ഒരു എന്താണ്, കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പലതാണ്. കത്തി കൊണ്ട് പറ്റും, ബ്ലേഡ് കൊണ്ട് പറ്റും, വാള് കൊണ്ട് പറ്റും, മഴു കൊണ്ട് പറ്റും. ഉപകരണങ്ങൾ പലതാണ്. യുക്തിസഹമായ അതാത് വസ്തുവിന് ചേർന്ന് ഉപകരണം എടുക്കണം. ഏറ്റവും വലുതാണെങ്കിൽ വലിയ ആയുധം വേണം, ചെറുതാണെങ്കിൽ ചെറിയ ആയുധമാണ്. അത് തിരഞ്ഞെടുക്കാനുള്ള വിവേകം ആർക്കാണ്? മനുഷ്യനാണ്. അങ്ങനെ ഈ 2 വഴിയിൽ കൂടിയാണ് ഈശ്വരനെ അറിയുന്നത്, അല്ലെങ്കിൽ ആത്മാവിനെ അറിയുന്നത്. അനുമാനം ഒരു പ്രമാണമാണ്, അതുകൊണ്ട് മാത്രമേ ആകാവുന്നില്ല. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം 4 കൊണ്ടാവാം. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിച്ച് ഗുണകർമ്മങ്ങളിലൂടെ ആ ചൈതന്യത്തെ, ശരീരത്തിൽ വിളങ്ങുന്ന ജ്ഞാനത്തിന് ഹേതുവായിരിക്കുന്ന വസ്തുവിനെ ഒന്നുകിൽ ഈ ഗുണബന്ധനത്തെ മാറ്റിയിട്ട് ജ്ഞാനം കൊണ്ട് അറിയാം, അല്ലെങ്കിൽ അനുമാനം കൊണ്ടറിയാം. 2 വഴികളാണ് അതിനുള്ളത്. അത്രമാം മൃഗയൻ ദഗ്ധായുക്താഹീശ്വരം ഗൃഹ്യമാണേർ ഗുണേർലിംഗൈ അഗ്രാഹ്യമനുമാനതാം. അത്രമാം മൃഗയൻ ദഗ്ധായുക്താഹേതുഭിരീശ്വരം ഗൃഹ്യമാണേർ ഗുണേർലിംഗൈ അഗ്രാഹ്യമനുമാനതാം. അത്രമാം മൃഗയൻ ദഗ്ധായുക്താഹേതുഭിരീശ്വരം ഗൃഹ്യമാണേർ ഗുണേർലിംഗേർ അഗ്രാഹ്യമനുമാനതാം. അത്രാപ്യുദാഹരന്തീം ഇമമിതിഹാസം പുരാതനം അവധൂതസ്യ സംവാദം യദോരമിതേജസഃ. ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ അത്രാപി, ഇവിടെ, ഉദാഹരന്തീം ഇമം ഇതിഹാസം പുരാതനം, പുരാതനമായ ഒരു ഇതിഹാസം ഞാൻ പറഞ്ഞു തരാം. അവധൂതസ്യ സംവാദം യദോഹു അമിതതേജസ. അമിതതേജസായ യദുവും അവധൂതനും തമ്മിലുള്ള സംവാദം. അവധൂത യദു സംവാദം എന്നാണ് പേര്. ഇനി ഇതാണ് പറയാൻ പോവാ. അപ്പൊ ഓരോ സംവാദങ്ങളാണ്. ഇതുവരെയുള്ള സംവാദം മാറിയിട്ട് ഇനി ഇതാ മറ്റൊരു സംവാദത്തിലേക്ക് കിടക്കാണ്. നാരദനും യുധിഷ്ഠിരനും തമ്മിലുള്ള സംവാദം മാറിയിട്ട് അതിൻ്റെ അകത്ത്, നാരദനും വസുദേവനും തമ്മിലുള്ള സംവാദം മാറിയിട്ട് അതിൻ്റെ അകത്ത് ഇപ്പോൾ അവധൂത യദു സംവാദം വരികയാണ്. അവധൂതം അത്രാപ്യുദാഹരന്തീം ഇമമിതിഹാസം പുരാതനം അവധൂതസ്യ സംവാദം യദോരമിതതേജസാം. അത്രാപ്യുദാഹരന്തീം ഇമമിതിഹാസം പുരാതനം അവധൂതസ്യ സംവാദം യദോരമിതതേജസാം. അവധൂതം ദ്വിജം കഞ്ചിത് ചരന്തമകുതോ ഭയം കവിം നിരീക്ഷ്യ തരുണം യദു പപ്രച്ഛധർമ്മവിത്. അവധൂതം ദ്വിജം കഞ്ചിത് ചരന്തം അകുതോ ഭയം. അവധൂതനായ ഒരു ദ്വിജനെ, ബ്രാഹ്മണനെ, കഞ്ചിത് ചരന്തം അകുതോ ഭയം, എങ്ങും ഒരു ഭയവുമില്ലാതെ സഞ്ചരിക്കുന്നവനും, കവിയും, കവിങ്കൽ വിദ്വാൻ, പണ്ഡിതൻ, തരുണം
യുവാവുമായ അവധൂതനെ നിരീക്ഷ്യ കണ്ടിട്ട് യദുഹു പപ്രച്ഛ. യദു ചോദിച്ചു, ധർമ്മവിത്, ധർമ്മം അറിയുന്നവനായ യദു ചോദിച്ചു. ഈ അവധൂതൻ ദത്താത്രേയ മഹർഷിയാണെന്ന് ബോധ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഒരു അവധൂത ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് ശരീരത്തിന് വേണ്ടുന്ന സംസ്കാരങ്ങളൊന്നുമില്ല, കുളിയില്ല, വേണ്ടവണ്ണം വസ്ത്രമെടുക്കലില്ല, എന്താണ് മുടിയിലെ സംസ്കാരങ്ങളൊന്നും ചെയ്യാറില്ല. കാരണം തൻ്റെ ഉള്ളിൽ ഞാൻ എന്നുള്ള വസ്തുവില്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ. ഞാൻ എന്ന് തോന്നിക്കുന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ അണിഞ്ഞവരുണ്ട്, ഇതൊന്നും എനിക്കില്ല. പിന്നെ ഞാനല്ലാതെ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നിനെയും ഭയക്കാനുമില്ല. അതുകൊണ്ട് ജല ബാധിക്കില്ല, വാർദ്ധക്യം വരുന്നില്ല, യൗവനം മാത്രം. അങ്ങനെയുള്ള ആത്മാരാമനായി സഞ്ചരിക്കുന്ന ധർമ്മജ്ഞനായ ഒരവധൂതനെ യദു മഹാരാജ് ഒരിക്കൽ കണ്ടു. അവധൂതം ദ്വിജം കഞ്ചരന്തമുദോ ഭയം കവിം നിരീക്ഷതരുണം യദു പപ്രച്ഛധർമ്മവിത്. അവധൂതം ദ്വിജം കഞ്ചരന്തമുദോ ഭയം കവിം നിരീക്ഷതരുണം യദു പപ്രച്ഛധർമ്മവിത്. യദുരു പാട്ടാണ്. യദു ഇദ്ദേഹത്തെ ചോദിക്കാൻ, സാറേ 23-ാമത്തെ മാർഗയന്തിത്താന്ന സാറ് മൃഗയന്തിത്താന്നല്ലേ വായിച്ച 23-ാമത്തെ ശ്ലോകത്തിന്റെ ആദ്യം? മൃഗയന്തീതാ വായിച്ചേ? എന്തോ മൃഗയന്തീതാ വായിച്ചേ? ഞങ്ങളുടേത് മാർഗയന്തിത്തെന്ന പുസ്തകത്തില്ല. സാറേ ഒരു പാഠഭേദമുണ്ട് സാറേ. മാർഗയന്തി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നതെന്നാണ്. അർത്ഥം ഒന്ന് തന്നെയാണ്. മൃഗയന്തിയും മാർഗയന്തിയും രണ്ട് പാഠഭേദങ്ങളാണ്. ചില പുസ്തകങ്ങളിൽ മാർഗയന്തി എന്നാണ്, ചില പുസ്തകങ്ങളിൽ മൃഗയന്തി എന്നാണ്. മാർഗം എന്ന് വെച്ചാൽ വഴിയാണ്, വഴിയാണ്. അത് തിരയുന്നു, അത്രേ ഉള്ളൂ. അന്വേഷിക്കുക, അന്വേഷിക്കുന്ന കൊണ്ടാണ് അതിന് മാർഗം എന്ന് പേര് വന്നത്. മൃഗയതീതി മാർഗ എന്ന് പേര് വന്ന അങ്ങനെയാണ്. അപ്പൊ ഇവിടെ അന്വേഷിക്കൽ എന്ന് മതി. അതുകൊണ്ട് മൃഗയന്തി മതി. മാർഗയന്തി വന്നാൽ ഒരു വൃത്തഭംഗം വരികയും ചെയ്യും. അല്ലേ സാറ്? കുതോ ബുദ്ധിരിയം ബ്രഹ്മൻ അകർത്തു സുവിശാരദ യാമ അസദ്യ ഭവാൻ ലോകേ വിദ്വാംശ്ചരതി ബാലവത്. കുതോ ബുദ്ധി, എവിടെ നിന്നുമാണ് ഈ ബുദ്ധി? ഇയം ബുദ്ധി. കുതോ ബുദ്ധി ഇയം, ഈ ബുദ്ധി എവിടെ നിന്നാണ്? ഹേ ബ്രഹ്മൻ സംബോധന. അകർത്തുഹു, ഒന്നിന്റെയും കർത്താവല്ലാതിരിക്കാനുള്ള ബുദ്ധി എവിടെ നിന്നാണ് അങ്ങേ കിട്ടിയത്? ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്, ഞാൻ ഒന്നിന്റെയും കർത്താവല്ല, ഒന്നിനോടും എനിക്ക് കർത്തൃത്വ ബുദ്ധിയില്ല എന്ന് ഉള്ള ഈ ബുദ്ധി അങ്ങേക്ക് എവിടുന്ന് കിട്ടി? സുവിശാരദാം, ഏറ്റവും തെളിവാർന്നതാണ് ഈ ബുദ്ധി. സുവിശദമാണ്, നിർമ്മലമാണ് ഈ ബുദ്ധി. ഇതെവിടുന്ന് അങ്ങേക്ക് എവിടുന്ന് കിട്ടി? യാം ആസാദ്യാം, യാതൊന്നിനെ പ്രാപിച്ചിട്ട് ഭവാൻ അങ്ങ് ലോകേ, ലോകത്തിൽ വിദ്വാനായ അങ്ങ് ചരതി സഞ്ചരിക്കുന്നു, ബാലവത്, ഒരു കുട്ടിയെപ്പോലെ. ഞാൻ എന്ന ഭാവമില്ലാത്ത, കർത്തൃത്വബോധമില്ലാത്ത മനുഷ്യ ജീവിതത്തിന്റെ ഒരവസ്ഥ കുട്ടിയായിരിക്കുമ്പോഴാണ്. ശിശുക്കൾക്ക് അങ്ങനെയില്ല. ഞാനാണ് ചെയ്യുന്ന ഒരു ഭാവം അവർക്കില്ല. അതുകൊണ്ട് ബാലവത്, ഒരു കുട്ടിയെപ്പോലെ, ഒന്നും അറിവില്ലാത്തവനായതുകൊണ്ട് ഞാനാണ് ചെയ്യുന്നത് ബോധം അവനുണ്ടാവില്ല. അങ്ങനെ ബാലനെ പോലെ അങ്ങക്ക് എങ്ങനെ സഞ്ചരിക്കാൻ പറ്റുന്നു? കുതോ ബുദ്ധിയം ബ്രഹ്മൻ അകർത്തു സുവിശാരദാം യാമാസദ്യ ഭവാൻ ലോകേ വിദ്വാൻ ചരതി ബാലവത്.
കുതോ ബുദ്ധിരിയം ബ്രഹ്മന്നകർത്തുഃ വിശാരദാം യാമാസദ്യ ഭവാൻ ലോകേ വിദ്വാംശ്ചരതി ബാലവത് പ്രായോ ധർമാർത്ഥകാമേഷു വിപിത്സായം രമാനവാം ഹേതുനൈവ സമീഹന്തേ ആയുഷോ യശഫശ്രിയാം. ഇത് പ്രായ മിക്കവാറും ധർമാർത്ഥകാമേഷു ധർമാർത്ഥകാമങ്ങളിൽ, ധർമ്മം അർത്ഥം കാമം ഈ 3 പുരുഷാർത്ഥങ്ങളിൽ വിവിത്സായാം, വേദിതുമിച്ഛയാണ് വിവിത്സ അറിയാനുള്ള ആഗ്രഹം, വിവിത്സായാം അറിയാനുള്ള ആഗ്രഹത്തിൽ മാനവാഹ മനുഷ്യരൊക്കെ ഹേതുരാ ഏവ ഹേതു കൊണ്ട് തന്നെ ഹേതുനൈവ സമീഹന്തേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആയുഷോ യശഫ ശ്രിയ, ആയുസ്സിനും യശസ്സിനും സ്ത്രീക്കും വേണ്ടിയിട്ടാണ് മനുഷ്യൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. മനുഷ്യന്റെ ആഗ്രഹം അത് മാത്രമേ ഉള്ളൂ. ധർമ്മം അർത്ഥം കാമം ഈ 3 അതിനുപകരിക്കുന്നത് വിഷയത്തിലെ ആയുഷ് പ്രവർത്തിപ്പിക്കും, കീർത്തി പ്രവർത്തിപ്പിക്കും, ഐശ്വര്യം പ്രവർത്തിപ്പിക്കും. ഇത് 3 ഇതിൽ മാത്രമാണ്. ഇതിനാണ് മനുഷ്യൻ അറിയാനുള്ള ആഗ്രഹം, ആകാംക്ഷ. എങ്ങനെ ധർമ്മം അനുഷ്ഠിക്കണം, എങ്ങനെ അർത്ഥം, എങ്ങനെ കാമം. 4ാമത്തെ പുരുഷാർത്ഥത്തിലേക്ക് പ്രായോ മിക്കവാറും ശ്രമിക്കാറില്ല, ഉള്ളവരുണ്ടാവാം, പക്ഷെ അധികം ആൾക്കാരും ഈ വഴി തന്നെയാണ്. പ്രായോ ധർമാർത്ഥകാമേഷു വിൽസായം രമാനവാം ഹേതുനൈവ സമീഹന്തേ ആയുഷോ യശഫശ്രിയാം. പ്രായോ ധർമാർത്ഥകാമേഷു വിവിത്സായം രമാനവാം ഹേതുനൈവ സമീഹന്തേ ആയുഷോ യശഫശ്രിയാം. ത്വം ത്വകൽപകവർദക്ഷഃ ഭഗോ അമൃതഭാഷണാം നഗർത്താനേഹഫേകഞ്ജിലുന്മത്തപിശാചവത്. ത്വം തു അങ്ങാകട്ടെ കൽപ്പഹഞ്ച സമർത്ഥൻ, അങ്ങ് സമർത്ഥനാണ്, കവിയാണ്, പണ്ഡിതനാണ്, ദക്ഷനാണ്, ശക്തിയുള്ളവനാണ്, സുഭഗനാണ്, സുന്ദരനാണ്, അമൃതഭാഷണ മനോഹരമായി സംഭാഷണം ചെയ്യുന്നവനാണ്. കൽപ്പഹ കവിഹി ദക്ഷഃ സുഭഗ അമൃതഭാഷക. ന കർത്താ കർത്താവല്ല, ന ഈഹഫേ നേഹഫേ ആഗ്രഹിക്കുന്നില്ല, കിഞ്ചിത് ഒന്നും, ജഡ ഉന്മത്ത പിശാചവത് ജഡനെ പോലെ, ഉന്മത്തനെ പോലെ, പിശാചിനെ പോലെ, ഒന്നും അറിയാൻ മേലാത്തവനെ പോലെ, ഭ്രാന്തനെ പോലെ, പിശാചിനെ പോലെ, ഒന്നും ചെയ്യാതെ ഒന്നും ആഗ്രഹിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് എങ്ങനെയാണ്? അത്ഭുതമാണ് ഈ അവസ്ഥ കണ്ടിട്ട്. ഇഹലോകത്തിൽ ജനിച്ചാൽ ഈ 3 വിഷയങ്ങൾ മനുഷ്യർക്കൊക്കെ ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അങ്ങേക്ക് ഈ മനുഷ്യന്മ കിട്ടിയിട്ട് അങ്ങേ 3ലും ആഗ്രഹിക്കുന്നില്ല. ഒരാഗ്രഹവും അങ്ങേക്കില്ല. ഒന്നിനെക്കുറിച്ചും കർത്തൃത്വ ഭാവനയും അങ്ങേക്കില്ല. ഞങ്ങളെപ്പോലുള്ളവർ അങ്ങയെ നോക്കിയാൽ ഒരു ഭ്രാന്തനാണ്, അവിവേകിയാണ്, പിശാചാണോ എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിക്കും. അത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എങ്ങനെ ഈ ലോകത്ത് സഞ്ചരിക്കാൻ പറ്റും? ത്വന്തകൽപകവർദക്ഷസ്വഭഗോ അമൃതഭാഷണാം നകർത്ത നേഹഫേകന്തിലോന്മത്ത പിശാചവത്. ത്വന്തകൽപകവർദക്ഷസ്വഭഗോ അമൃതഭാഷണാം നകർത്ത നേഹഫേകന്തിലോന്മത്ത പിശാചവത്. ജനേഷു ദഹ്യമാനേഷു കാമലോഭവത് കാമലോഭദവാഗ്നിനാം നപ്യഫേ അഗ്നിനാ മുക്തോ ഗംഗാംഭസ്ഥൈവ ദ്വിപ. ജനേഷു ദഹ്യമാനേഷു ജനങ്ങൾ അങ്ങനെ വെന്തിരിക്കുകയാണ്. ഏതിൽ? കാമ ലോഭ ദവാഗ്നിന. കാമവും ലോഭവുമായ ദവാഗ്നിയിൽ, കാട്ടുതീയിൽ ജനങ്ങൾ ദഹിച്ചുകൊണ്ടേയിരിക്കുക.
ഈ വക മനോവൃത്തികൾ കൊണ്ട് ഓടി നടക്കുകയാണ്. അഗ്നിയിൽ ദഹിക്കുന്ന പോലെയാണ്, വെന്തുരുകയാണ്. കാരണം എന്താണ്? ആഗ്രഹിച്ച കാര്യം സാധിച്ചില്ല. അതേപോലെ എന്താണ്? എനിക്ക് ലോഭമാണ്, അഹങ്കാരമാണ്, ഞാനെന്ന ഭാവമാണ്. ഇത് രണ്ടും കൊണ്ട് ജനങ്ങൾ ദഹിച്ച് ഓടി നടക്കുമ്പോൾ തപ്യഫേ, അങ്ങ് മാത്രം ഒരു ദാഹവും ഇല്ല, ദഹിക്കുന്നേ ഇല്ല, ചൂടേ ഇല്ല. അഗ്നിയുടെ ചൂട് പോലും അങ്ങേ ബാധിക്കുന്നു. മുക്ത, അങ്ങ് മുക്തനാണ് ഇതിൽ നിന്നെല്ലാം. ഏതുപോലെ? ഗംഗാംഭസ്ഥ ഇവ ദ്വിപഃ, ഗംഗാജലത്തിൽ കുളിക്കുന്ന ആനയെപ്പോലെ. കാട്ടുതീയിൽ കാട് മുഴുവൻ വെന്തെരിഞ്ഞ് സമസ്ത മൃഗങ്ങളും വൃക്ഷങ്ങളും അതിൽ അകപ്പെട്ട് മൃഗങ്ങൾ ഓടി നടക്കുകയാണ്, കാട്ടുതീ അകപ്പെടാതെ. ഇത് കണ്ടുകൊണ്ട് ഒരാന ഗംഗയുടെ ജലത്തിൽ മുങ്ങി തുമ്പിക്കയുണ്ട് വെള്ളം ദേഹത്ത് കോരിയൊഴിച്ച് പുറത്തേക്ക് കോരിയൊഴിച്ച് അങ്ങനെ ആടി ഉലഞ്ഞ് രസിച്ച് ഇതെങ്ങനെ സാധിക്കും? സുന്ദരമായൊരു ഉപമ അവതരിപ്പിച്ചാണ്. ഗംഗ അംഭസ്ഥ ഇവ ദ്വിപ, ദ്വിപം ആന. രണ്ട് പാന അവയവങ്ങൾ ഉള്ളതുണ്ട്. ദ്വാഭ്യാം പിബതി, വാ കൊണ്ടും തുമ്പിക്കൈ കൊണ്ടുമാണ് ആന കുടിക്കുന്നത്. അല്ല ഒറ്റ വാ കൊണ്ട് പറ്റത്തില്ല. എന്ത് കിട്ടിയാലും തുമ്പിക്കൈയിലെടുത്തിട്ടേ വായിലിടാൻ പറ്റുള്ളൂ. വെള്ളം കുടിക്കുന്നു അങ്ങനെയാണ്. അതുകൊണ്ട് ദ്വിപം എന്ന ആനയ്ക്ക് പേരുണ്ട്. ദ്വാഭ്യാം പിബതി, രണ്ട് അവയവങ്ങൾ കൊണ്ട് കുടിക്കുന്നു. അതുകൊണ്ട് ഗംഗാംഭസിൽ എന്താണ് സുഖമായി മുങ്ങിക്കുടിച്ചിരിക്കുന്ന ഒരാനയെ പോലെയാണ് അങ്ങിപ്പോൾ. ഈ ആനയുടെ കൂട്ടുകാരായ എത്രയോ മൃഗങ്ങൾ ഈ കാട്ടുതീയിലെ തീ കൊണ്ട് വെന്ത് ദഹിച്ച് ഓടി നടക്കുകയാണ്. അത് കണ്ടിട്ട് അങ്ങേക്ക് ഒരു ഖേദവുമില്ല. അങ്ങനെ കളിച്ച് രസിച്ച് ഇതുപോലെയാണ് അങ്ങ് ഞങ്ങളുടെ നടക്കുന്നത്. ഞങ്ങളാകുന്ന വന്യമൃഗങ്ങൾ കാമലോഭങ്ങളാകുന്ന കാട്ടുതീയിൽ വെന്തെരിയുമ്പോൾ ഒരാനയെപ്പോലെ അങ്ങ് ഇതൊന്നും തന്നെ ബാധിക്കാതെ സുഖമായി ചിരിച്ച് കളിച്ച് ആത്മാനന്ദം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്ത് എങ്ങനെ കഴിയാൻ പറ്റും? എത്ര നല്ലൊരു ചോദ്യമാണ് ഇത് ചോദിച്ചത്. ഇങ്ങനെ ആർക്കെങ്കിലും പറ്റുമോ? ഇത് എന്തുകൊണ്ട് സാധിച്ചു? ജനേഷു ദഹ്യമാനേഷു കാമലോഭദവാഗ്നിന നപ്യസ്യഗ്നിന മുക്തോ ഗംഗാംഭസ്ഥൈവ ദ്വിപഃ. ജനേഷു ദഹ്യമാനേഷു കാമലോഭദവാഗ്നിന നപ്യസ്യഗ്നിന മുക്തോ ഗംഗാംഭസ്ഥൈവ ദ്വിപഃ. ത്വം ഹി ന പൃച്ഛതം ബ്രഹ്മൻ ആത്മന്യാനന്ദകാരണം ബ്രൂഹി സ്പർശവിഹീനസ്യ ഭവതഃ കേവലാത്മനാം. ത്വം ഹി, അങ്ങാകട്ടെ, നഹ, ഞങ്ങളോട്, പൃച്ഛതാം, ഹേ ബ്രഹ്മൻ, ചോദിക്കുന്ന ഞങ്ങളോട്, ആത്മനി ആനന്ദകാരണം പൃച്ഛതാം നഹ, ഉള്ളിൽ ആനന്ദം അനുഭവിക്കാനുള്ള കാരണം ചോദിക്കുന്ന ഞങ്ങളോട് ബ്രൂഹി, പറയൂ. ഞങ്ങൾ ചോദിക്കുന്നത് ആത്മാനന്ദം അനുഭവിക്കുന്നത് എങ്ങനെയാണ്? സ്പർശവിഹീനസ്യ ഭവതഃ കേവലാത്മന, സ്പർശവിഹീനനായ അങ്ങേക്ക്. സ്പർശനം ചെയ്യാന്ന് വെച്ചാൽ തൊടുക, അനുഭവിക്കാതെ. ഭൗതിക വിഷയങ്ങളെ അനുഭവിക്കുന്നത് സ്പർശനത്തിലൂടെയാണ്. സ്പർശവിഹീനസ്യ എന്ന് വെച്ചാൽ ഭൗതിക വിഷയങ്ങൾ അനുഭവിക്കാത്ത, ഭൗതികങ്ങളായ ഒരു വിഷയങ്ങളും ബാധിക്കാത്ത ഭവതഃ, അങ്ങയ്ക്ക് കേവലാത്മനഃ ഭവതഃ, കേവലമായ ആനന്ദം മാത്രം അനുഭവിക്കുന്ന അങ്ങയോട് ഞങ്ങൾ ചോദിക്കുന്ന ഈ ആത്മാനന്ദത്തിന് കാരണം എന്താന്ന് ചോദിക്കുന്ന ഞങ്ങളോട് ബ്രൂഹി, പറഞ്ഞു തരൂ. ത്വം ഹി ന പൃച്ഛതാം ബ്രഹ്മൻ ആത്മന്യാനന്ദകാരണം ബ്രൂഹി സ്പർശവിഹീനസ്യ ഭവതഃ കേവലാത്മനാം. ത്വം ഹി ന പൃച്ഛതാം ബ്രഹ്മൻ ആത്മന്യാനന്ദകാരണം
ബ്രൂഹി സ്പർശവിഹീനസ്യ ഭവത കേവലാത്മനാം ശ്രീ ഭഗവാൻ വാച എന്ന് യദു ദത്താത്രേയ ഭാഷയായ അവധൂതനോട് ചോദിച്ചപ്പോൾ എന്താണ് ഉണ്ടായത് എന്ന് ഭഗവാൻ പറയുകയാണ്. ഭഗവാനാളുടെ കഥ പറഞ്ഞുകൊണ്ട് വരുന്നത്. യദുനൈവം മഹാഭാഗോ ബ്രഹ്മണ്യേന സുമേധഫ പൃഷ്ടഫഭാജിത പ്രാഹ പ്രശ്രയാവനതം ദ്വിജാം. യദുന ഏവം, യദുവിനാൽ ഇപ്രകാരം, മഹാഭാഗനായ യദു ഇങ്ങനെ ചോദിച്ചപ്പോൾ ബ്രഹ്മണ്യേന സുമേധഫ എന്നതിന ബ്രഹ്മതേജസ് നിറഞ്ഞു നിൽക്കുന്ന നല്ല ബുദ്ധിയുള്ളവനായ യദു ഇങ്ങനെ ചോദിക്കപ്പെട്ടപ്പോൾ പൃഷ്ട ചോദിച്ചപ്പോൾ ഫഭാജിതനായ ഫൽക്കരിക്കപ്പെട്ട് ചോദിച്ചപ്പോൾ പ്രാഹ പറഞ്ഞു. പ്രശ്രയാവനതം ദ്വിജ വിനയപൂർവം നമസ്കരിച്ചിരിക്കുന്ന യദുവിനോട് പ്രാഹ പറഞ്ഞു. പ്രശ്രയം വിനയം, പ്രശ്രയ അവനതം വിനയപൂർവം നമസ്കരിച്ചു നിൽക്കുന്ന യദുവിനോട് നല്ല ബുദ്ധിമാനും ബ്രഹ്മതേജസ്സുള്ളവനും ആയ ആ മഹാത്മാവിനോട് യദു ഇങ്ങനെ സൽക്കരിച്ച് ചോദിച്ചപ്പോൾ മഹാഭാഗനായ ദ്വിജൻ നമസ്കാരപൂർവം മുമ്പിൽ നിൽക്കുന്ന യദുവിനോട് പ്രാഹ പറഞ്ഞു. യദുനൈവം മഹാഭാഗോ ബ്രഹ്മണ്യേന സുമേധഫ പൃഷ്ടഫഭാജിത പ്രാഹ പ്രശ്രയ അവനതം ദ്വിജാം. യദുനൈവം മഹാഭാഗോ ബ്രഹ്മണ്യേന സുമേധഫ പൃഷ്ടഫഭാജിത പ്രാഹ പ്രശ്രയ അവനതം ദ്വിജാം. ബ്രാഹ്മണ ഉവാച. ദത്താത്രേയൻ മറുപടി പറഞ്ഞു. സന്ധ്യമേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധ്യുപാശ്രിതാഹം യതോ ബുദ്ധിമുപാദായ മുക്തോ അടാമീഹ താൻ ശൃണു. സന്ധ്യ ഉണ്ട് മേ എനിക്ക് ഗുരവഹ ഗുരുക്കന്മാർ, ഹേ രാജൻ അല്ലയോ രാജാവേ, ബഹവ ഹേ രാജൻ, മേ ബഹവ ഗുരവോ സന്ധി, എനിക്ക് ധാരാളം ഗുരുക്കന്മാരുണ്ട്. ബുദ്ധി ഉപാശ്രിതാഹ, ഞാൻ ബുദ്ധി കൊണ്ട് സ്വീകരിച്ച ഗുരുക്കന്മാരാണ്, ഇന്ദ്രിയം കൊണ്ടോ മറ്റുള്ള ഉപകരണങ്ങളോടോ സ്വീകരിച്ചതല്ല. എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ കണ്ടെത്തിയ കുറച്ച് ഗുരുക്കന്മാർ എനിക്കുണ്ട്. അവിടെ ബുദ്ധി ഉപാശ്രിതാഹ ബഹവഹ ഗുരവഹ സന്ധി. നമുക്കതില്ലാത്തത്. നമുക്ക് പ്രത്യക്ഷമായി മുമ്പിൽ കാണുന്ന ഗുരുവിനെ മാത്രമേ നമ്മൾ അംഗീകരിക്കുന്നുള്ളൂ. ഇവിടെ അതല്ല. ബുദ്ധിയെ ആശ്രയിച്ച് ഞാൻ പഠിച്ച കുറെ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ലോകത്തിലുണ്ട്. അതൊക്കെ എന്റെ ഗുരുക്കന്മാരാണ്. അതൊന്നും രണ്ടൊന്നല്ല, ബഹവ ധാരാളമുണ്ട്. യതഃ അവരിൽ നിന്നും ബുദ്ധി ഉപാദായ ബുദ്ധിയെ സ്വീകരിച്ചിട്ട് മുക്ത ഞാൻ മുക്തനായി അടാമി സഞ്ചരിക്കുന്നു. ഇഹ ഇവിടെ മുക്തോ അടാമീഹ, അടതി എന്നുള്ള ഉത്തമപുരുഷനാണ്. അടാമി സഞ്ചരിക്കുന്നു. താൻ ശൃണു, അത് കേട്ടോളൂ. താൻ ശൃണു. ശരി, ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് പറയാൻ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ബുദ്ധി ഉപയോഗിച്ച് കുറച്ച് ഗുരുക്കന്മാരെ തെരഞ്ഞെടുത്തു. അവരിൽ നിന്നും ബുദ്ധി സ്വീകരിച്ചിട്ട് ഞാൻ മുക്തനായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നു. ഇതുകൊണ്ടാണ്. സന്ധ്യമേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധ്യുപാശ്രിതാം യതോ ബുദ്ധിമുപാദായ മുക്തോടാമീഹ താൻ ശൃണു. സന്ധ്യമേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധ്യുപാശ്രിതാം യതോ ബുദ്ധിമുപാദായ മുക്തോടാമീഹ താൻ ശൃണു. പൃഥ്വീ വായുരാകാശം ആപോഗ്നിശ്ചന്ദ്രമാരവീം കപോതോ ജഗര സിന്ധു പതംഗോ മധുർഗജാം മധുഹാ ഹരിണോ മീന പിംഗളാകുരോദ്ഭകാം
കുമാരി ശരഗത് ഫർപ്പ ഊർണനാഭിഫുപേശകത്. ഇത്രയും പേരാണ്. ഒന്ന് പൃഥ്വി, വായു, ആകാശം, ആപഹഞ്ച ജലം, അഗ്നി, ചന്ദ്രമ ചന്ദ്രൻ, രവി, കപോതം മാടപ്രാവുന്ന പക്ഷി, അജഗരഹ പാമ്പ്, സിന്ധുഹു സമുദ്രം, പതംഗം പാറ്റകൾ, മധുകൃത്ത് വണ്ട്, ഗജഹ ആന, മധുഹ തേനെടുക്കുന്നവൻ, ഹരിണഹ മാൻ, മീനഹ മത്സ്യം, പിങ്കള പിങ്കള എന്ന സ്ത്രീ, കുരരഹ കുരരപക്ഷി കുരിൽ പക്ഷി ചെറിയ പക്ഷി, അർഭക കുട്ടി ബാലൻ, കുമാരി കന്യക, ശരകൃത്ത് ശരമുണ്ടാക്കുന്നവൻ അമ്പുണ്ടാക്കുന്നവൻ, സർപ്പ സർപ്പം, ഊർണനാഭി എട്ടുകാൽ, സുപേശകർ വേട്ടാളൻ. ഇങ്ങനെ 24 പേരാണ് എനിക്ക് ഗുരുക്കന്മാരായിട്ടുള്ളത്. നമ്മൾ ഇവരിൽ ഒരാളെ പോലും ഗുരുവായിട്ട് സ്വീകരിക്കാറില്ല. അതുകൊണ്ടാണ് ബുദ്ധിയിൽ ആത്മസ്വരൂപത്തെ കണ്ടെത്തി മുക്തനാകാൻ സാധിക്കാത്തത്. ഇതുകൊണ്ടാണ് പൃഥ്വി, വായു, ആകാശം, ആപോ, അഗ്നി, ചന്ദ്രമ, രവി, കപോതോ, അജഗര, സിന്ധു, പതംഗോ, മധുഗത്, ഗജ, മധുഹ, ഹരിണോ, മീന, പിങ്കള, പുരരോ, അർഭക, കുമാരി, ശരഗത്, സർപ്പ, ഊർണനാഭി, സുപേശകൃത്. പൃഥ്വി, വായുരാകാശം, ആപോഗ്നിശ്ചന്ദ്രമാ, രവി, കപോതോ, ജഗര, സിന്ധു, പതംഗോ, മധുഗത്, ഗജ, മധുഹ, ഹരിണോ, മീന, പിങ്കള, കുരരോർഭക, കുമാരി, ശരഗത്, സർപ്പ, ഊർണനാഭി, സുപേശകൃത്. പൃഥ്വി, വായുരാകാശം, ആപോഗ്നിശ്ചന്ദ്രമാ, രവി, കപോതോ, ജഗര, സിന്ധു, പതംഗോ, മധുഗത്, ഗജ, മധുഹ, ഹരിണോ, മീന, പിങ്കള, കുരരോർഭക, കുമാരി, ശരഗത്, സർപ്പ, ഊർണനാഭി, സുപേശകൃത്. ഏതേ മേ ഗുരവോ രാജം ചതുർവിംശതിരാശ്രിതാ ശിക്ഷാവൃത്തിഭിരേതേഷാം അന്വശിക്ഷമിഹാത്മനാം. ഏതേ ഇവർ മേ ഗുരവ എന്റെ ഗുരുക്കന്മാരാണ്. ഹേ രാജൻ, അല്ലയോ രാജാവേ, 24 ആശ്രിത, ഞാൻ ആശ്രയിച്ച ഗുരുക്കന്മാർ ഈ 24 പേരാണ്. ശിക്ഷാവർത്തിഭിഹി, ശിക്ഷ അഭ്യാസം പഠിക്കൽ, വൃത്തിഭിഹി വൃത്തികളെ കൊണ്ട്, ഏതേഷാം ഇവകളുടെ പ്രവൃത്തി കൊണ്ടാണ് ഞാൻ പഠിച്ചത്. അല്ല ഏതായാലും എന്നെ ഒന്നും പറഞ്ഞൊന്നും പഠിപ്പിച്ചില്ല. ശ്ലോകം ചൊല്ലി പുസ്തകം നോക്കി വായിച്ചു പഠിച്ചു കിട്ടുകയല്ല. ഇവരുടെ വൃത്തിന്റെ പ്രവൃത്തി. ഏതേഷാം വൃത്തിഭിഹി, ഇവരുടെ പ്രവൃത്തി കൊണ്ട്, ശിക്ഷാഹ ഞാൻ പഠിച്ചു. അന്വശിക്ഷം ഇഹ ആത്മനഃ, അത് തൻ്റെ ആത്മാവിനെ കൊണ്ട് അഭ്യസിപ്പിച്ചു. അന്വശിക്ഷം അഭ്യസിപ്പിച്ചു. കേട്ടതല്ല, കേട്ടത് ഞാൻ ആചരിച്ചു. അതാണ് അനുശിക്ഷം. കേട്ടാൽ പോരാ, കേട്ടത് ആചരിക്കണം. അധീതി, ബോധം, ആചരണം. ഇത് അറിവിന്റെ ഘട്ടങ്ങളാണ്. ആദ്യം കേട്ടുപിടിക്കുക, കണ്ടുപിടിക്കുക. കേട്ടും കണ്ടും പഠിക്കുന്നതിനെ ബോധ്യമാകുക, ബോധ്യമാകുന്നതിനെ ആചരിക്കുക, ആചരിച്ചതിനെ പ്രചരിപ്പിക്കുക. ആചരിക്കുന്നതിന്റെ പേരാണ് അനുശിക്ഷ. കേട്ടും കണ്ടും പഠിക്കുന്നതിന്റെ പേരാണ് ശിക്ഷ. ഏതേമേ ഗുരവോ രാജം ചതുർവിംശതിരാശ്രിതാം ശിക്ഷാവൃത്തിഭിരേതേഷാം അന്വശിക്ഷമിഹാത്മനാം. ഏതേമേ ഗുരവോ രാജം ചതുർവിംശതിരാശ്രിതാം ശിക്ഷാവൃത്തിഭിരേതേഷാം അന്വശിക്ഷമിഹാത്മനാം. യതോ യദനുശിക്ഷാമി യഥാ വാ നാകുഷാത്മജാം
തത്തഥാ പുരുഷവ്യാഘ്ര നിബോധകഥയാമി തേ. യതഃ യാതൊന്നിൽ നിന്നാണോ, യത് അനുശിക്ഷാമി യാതൊന്ന് പഠിച്ചുവോ, പഠിച്ച് അഭ്യസിച്ചുവോ, ശിക്ഷാമിയല്ല അനുശിക്ഷാമി, യാതൊന്നിൽ നിന്നും യാതൊന്ന് പഠിച്ചു, യഥാ എപ്രകാരമാണോ, വാ ആകട്ടെ, ഹേ നഹുഷാത്മജ, യദുവിന്റെ പേരാണ്, നഹുഷന്റെ പുത്രനാണ് നഹുഷാത്മജ, തത്തഥാ അതങ്ങനെ തന്നെ, ഹേ പുരുഷവ്യാഘ്രം, പുരുഷന്മാരിൽ പുലിയെ പോലെയുള്ളവൻ, അല്ലെങ്കിൽ പുരുഷ ശ്രേഷ്ഠൻ, നിബോധ മനസ്സിലാക്കിക്കൊള്ളൂ, കഥയാമിതേ പറഞ്ഞില്ല. ഓരോരുത്തരിൽ നിന്നും എന്തൊക്കെ പാഠങ്ങളാണ് പഠിച്ചത് ഞാൻ വിസ്തരിച്ച് പറഞ്ഞുതരാം, കേട്ടോളൂ. യതോ യദനുശിക്ഷാമി യഥാവാ നാകുഷാത്മജ തത്തഥാ പുരുഷവ്യാഘ്ര നിബോധ കഥയാമി തേ. യതോ യദനുശിക്ഷാമി യഥാവാ നാകുഷാത്മജ തത്തഥാ പുരുഷവ്യാഘ്ര നിബോധ കഥയാമി തേ. ഭൂതൈരാക്രമ്യമാണോപി ധീരോ ദൈവവശാനുകൈ തദ് വിദ്വാൻ ന ചലേന്മാർഗാദ് അന്വശിക്ഷം ക്ഷിതേർവ്രതം. ഭൂതൈഃ ആക്രമ്യമാണോപി, മറ്റുള്ള സമസ്ത ഭൂതജാലങ്ങളാൽ ആക്രമിക്കപ്പെട്ടിട്ടും, ധീരോ ധീരനായി, ഇളക്കമില്ലാതെ, ചാഞ്ചല്യമില്ലാതെ, ദൈവവശാനുക ഈശ്വരവശത്തിൽ അകപ്പെട്ടിരിക്കുന്നവരാണ്, വിധിയുടെ വശത്തിൽ അകപ്പെട്ടവരാണ് ജന്മമെടുത്ത എല്ലാവരും. പ്രാരബ്ധകർമ്മമാകുന്ന വിധിയുടെ വശത്തിൽ അടിമപ്പെട്ടവരാണ് എല്ലാവരും, മനുഷ്യർ മാത്രമല്ല സമസ്ത ചരാചരങ്ങളും. അങ്ങനെയാണെങ്കിലും ദൈവവശാനുകൈഹി ഭൂതൈഹി ആക്രമ്യമാണോപി, അങ്ങനെയുള്ള ഭൂതഗണങ്ങളാൽ ആക്രമിക്കപ്പെട്ടവരാണെങ്കിലും തത് വിദ്വാൻ, അതറിഞ്ഞിട്ട്, വിദ്വാൻ അറിഞ്ഞിട്ട്, തത് വിദ്വാൻ അതറിഞ്ഞിട്ട്, ന ചലേത് ചലിക്കുന്നില്ല, അനങ്ങുന്നില്ല, ഇളകുന്നില്ല, മാർഗാത് വഴിയിൽ നിന്ന്, അന്വശിക്ഷം ഇത് ഞാൻ പഠിച്ചു, ക്ഷിതേഹെ വ്രതം ഭൂമിയുടെ ഈ വ്രതത്തെ ഞാൻ പഠിച്ചു. ആദ്യത്തെ ഗുരു ഞാനിവിടെ പരിചയപ്പെടുന്ന ഭൂമിയാണ്, ക്ഷിതിയാണ്. അതിൽ നിന്നും പഠിച്ച പാഠം എന്താണെന്ന് പറയാൻ പോവാം. ഭൂമിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഭൂമിയിലുള്ള വസ്തുക്കൾ, ഒന്ന് ചരം, മറ്റൊന്ന് അചരം. പർവ്വതങ്ങൾ, വൃക്ഷങ്ങൾ ഇതൊക്കെ അചരങ്ങളാണ്, അനങ്ങില്ല, അവിടെ നിൽക്കാത്തേ ഉള്ളൂ. ഈ എല്ലാവർക്കും സഞ്ചരിച്ചു പോകാൻ പറ്റുന്ന സമഭൂമി ഈ ഭൂമിയിൽ വേറെയുണ്ട്. വൃക്ഷത്തെ കയറാനും പർവ്വതത്തിൽ കയറാനും എല്ലാവർക്കും പറ്റില്ല. അപ്പൊ എല്ലാവർക്കും സഞ്ചരിക്കാൻ സമഭൂമി ഇവിടെ വേറെയുണ്ട്. രണ്ട് തരത്തിലാണ് ഭൂവിഭാഗം, സമമെന്നും വിഷമമെന്നും രണ്ട് തരം. അങ്ങനെയുള്ള ആ ഭൂമിയിൽ കൂടി സഞ്ചരിച്ചു പോകണമെങ്കിൽ അതിനുള്ള ഒരു മനസ്സ് വേണം. ആ മനസ്സിന്റെ പേരാണ് ക്ഷമ എന്ന്. ഒരു ചാഞ്ചല്യമില്ലാതെ, ഇളക്കമില്ലാതെ ഞാൻ അതിന് അടിമപ്പെട്ടു സഞ്ചരിച്ചു പോകുന്നു. എല്ലാ പ്രാണികളും അവരവരുടെ കർമ്മ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. ജന്മമെടുത്ത് അങ്ങനെ തന്നെയാണ്. പ്രാരബ്ധ കർമ്മം അനുഭവിച്ച് തീരാൻ വേണ്ടിയാണ് ജന്മം കിട്ടുന്നത്. അങ്ങനെ ഓരോ പ്രാണികളും അവരവരുടെ പ്രാരബ്ധ കർമ്മങ്ങൾക്ക് അനുരൂപമായ പ്രവൃത്തി ചെയ്തുകൊണ്ടായി ഇരിക്കുക. നമ്മൾ ഓരോരുത്തരും ഒരേ പ്രവൃത്തി ആവില്ല ചെയ്യുക. അത് അല്പ വ്യത്യാസം ഉണ്ടാകും. പഠിപ്പിക്കുന്ന അധ്യാപകര് 100 പേര് 100 തരത്തിലായിരിക്കും. കാരണം അവരവരുടെ കർമ്മഫലത്തിന്റെ വാസനകൾ
അല്പാൽപ്പം ഭേദത്തോടെ എല്ലാവരും അനുഭവിക്കും. അതിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റൂ. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ എന്ന് വെച്ചാൽ പറ്റില്ല. അവർക്ക് ഇതേ പറ്റുള്ളൂ. അവരുടെ കർമ്മവാസന അങ്ങനെയാണ്. അപ്പൊ അതില് ചിലരുടെ വ്യാപാരം മറ്റൊരാൾക്ക് സഹിക്കാൻ പറ്റില്ല. മറ്റൊരാളുടെ വ്യാപാരം എനിക്ക് സഹിക്കാൻ പറ്റില്ല. പരസ്പരം സഹിക്കാനാകാത്ത വ്യാപാരത്തോടു കൂടിയവരാണ് ഇവിടുത്തെ ജീവജാലങ്ങളെല്ലാം തന്നെ. എന്നെ പോലെ തന്നെയാണ് ഉറുമ്പും ഈച്ചയും കൊതുകും ഒക്കെ. അവയുടെ വ്യാപാരം എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവയുടെ വ്യാപാരം അതാണ്. അവയെ അടിച്ചു കൊല്ലുന്ന നമ്മുടെ വ്യാപാരം അവർക്കും സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള അസഹ്യ പീഡകൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയെന്ന് വരാം. അപ്പോൾ മനസ്സിൽ വിചാരിക്കും, അവരെന്നെ ഉപദ്രവിച്ചല്ലോ. ഈ ദുഃഖം ഇല്ലാതിരിക്കുന്നവന്റെ പേരാണ് ധീരൻ എന്ന്. ഈ കൊതുകിന്റെയും ഉറുമ്പിന്റെയും വാസനാപരമായ കർമ്മമാണ് അവരുടെ ചെയ്തത്. അവയെ അടിച്ചു കൊല്ലുക എന്നുള്ളത് എൻ്റെ വാസന കൊണ്ട് കിട്ടിയ എൻ്റെ കർമ്മഫലവുമാണ്. അപ്പൊ അതിൽ ക്ഷമയോടെ സഹനശക്തിയോടെ ഇത് രണ്ടും അനുഭവിച്ചു കൊണ്ട് നിൽക്കുന്നവനാണ് ധീരൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് പരമാർത്ഥമായ ഒരു വിദ്വാന്റെ ലക്ഷണം ഈ ധീരതയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് മറ്റൊരു പീഡകളും അയാളെ ബാധിക്കത്തേയില്ല. ഉണ്ടാവും, പക്ഷെ അയാളെ ബാധിക്കത്തില്ല. സുഖദുഃഖങ്ങൾ പോലും അയാളെ ബാധിക്കത്തില്ല. കാരണം എന്താണ്? എന്തും സഹിക്കാനുള്ള സഹനശക്തിയോടെ ധീരനായിരിക്കുന്ന ഒരാൾക്ക് സുഖവുമില്ല ദുഃഖവുമില്ല, രണ്ടും ബാധിക്കും. എങ്ങനെയാണ് ഭൂമി ഗുരുവായെന്ന് പഠിപ്പിക്കണം. ബുദ്ധിയിൽ ഇത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് പറയാൻ പോവാം. അതുകൊണ്ട് സുഖമോ ദുഃഖമോ ഒന്നും എല്ലാവർക്കും എല്ലാ കാലത്തും അനുഭവിച്ചു കൊണ്ടിരിക്കും. അത് പ്രാരബ്ധ കർമ്മഫലമാണ്. ഒരാൾക്ക് ഒരാൾ ഉണ്ടാക്കി കൊടുക്കുന്നതല്ല, നമ്മുടെ ധാരണ ഉണ്ടാക്കി കിട്ടുന്നതാണ്. നിങ്ങൾ ഒറ്റ ആളാണ് എൻ്റെ ദുഃഖത്തിന് കാരണം, നിങ്ങൾ ഒരാളാണ് എൻ്റെ സുഖത്തിന് കാരണം, അത് പറയില്ല. ഇങ്ങനെ പരസ്പരം പഴി പറഞ്ഞ് ജീവിക്കാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആവരുത് എന്ന് പഠിപ്പിച്ചതാണ് ഭൂമി. അതാണ് ഭൂമി ആദ്യ ഗുരു. നോക്കൂ, ഈ ഭൂമിയിൽ നിന്നും എന്ത് പാഠങ്ങളാണ് ബുദ്ധിയിൽ ഞാൻ ഉൾക്കൊണ്ടത്. ഇത് ആർക്കും പറ്റും. ഉൾക്കൊണ്ട പോരാ, അത് ഞാൻ അഭ്യസിച്ച് ശീലമാക്കി മാറ്റി. അങ്ങനെ വന്നാൽ മറ്റൊരാളുടെ നേരെ എനിക്ക് കോപമില്ല, ദ്വേഷമില്ല, പരിഭവമില്ല, അസൂയയില്ല, ഒന്നുമില്ല. കാരണം എന്താ? ഇത് അവരുടെ കർമ്മവാസന കൊണ്ട് അവരോട് ചെയ്യുന്നതാണ്, ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ അവരോട് കോപിക്കുകയോ ഞാൻ ധർമ്മത്തിൽ നിന്നും മാറിപ്പോവുകയോ ഒന്നും ചെയ്യരുത് എന്ന് എന്നെ പഠിപ്പിച്ചത് ഭൂമിയാണ്. ഇതാണ് ഭൂമിയുടെ സ്വഭാവം. എത്ര ജനങ്ങൾ ഈ അതിനകത്തുള്ള സഞ്ചരിച്ചു പോയാൽ അതെല്ലാം പറയും. ആന പോയാലും ഉറുമ്പ് പോയാലും മനുഷ്യൻ പോയാലും ഈ ഭാരം സഹിക്കും. ആന പോകുമ്പോൾ അയ്യോ എനിക്ക് ഭാരം താങ്ങാമില്ല എന്ന് പറയില്ല. ആനയുടെ ഭാരം, അതേപോലെ ആനകളെ വഹിച്ചു കൊണ്ടുപോകുന്നത് ഉറികളുടെ ഭാരം, എത്ര ദുഷ്ടന്മാരായ നിശാചരന്മാരുടെ ഭാരം, ഏതൊക്കെ തരത്തിൽ ഭാരങ്ങൾ ഉണ്ടായോ അതെല്ലാം അനുഭവിക്കും. ഒരു ഉറുമ്പ് സഞ്ചരിച്ചു പോയാൽ അതിൻ്റെ ഭാരവും അനുഭവിക്കും. രണ്ടിലും പക്ഷപാതമില്ല, പരാതിയില്ല, സങ്കടമില്ല, കോപമില്ല, ഒന്നുമില്ല. ഒരു വികാരവുമില്ലാതെ സ്വസ്ഥനായിരുന്ന് ഇവയെ അനുഭവിക്കാൻ പറ്റുന്ന ക്ഷമ, അതിനാണ് ക്ഷമയെന്ന പേര്. അത് ഭൂമിയുടെ മാത്രം ഒരു സ്വരൂപമാണ്. ആരൊക്കെ എത്രയൊക്കെ കളിച്ചാൽ, ആരൊക്കെ എത്ര കുഴി കുഴിച്ചാൽ ഒരു കുഴപ്പമില്ല. എത്ര അടിയാണ് കുഴിക്കുന്നത്, എത്ര പ്രാവശ്യം കിളച്ചു മറിച്ച് ഒക്കെ ഉപദ്രവിക്കുന്നതാവാം, ഇതൊന്നും ഭൂമിയെ ബാധിക്കത്തില്ല. എന്ത് പീഡകൾ ചെയ്താലും അത് ക്ഷമിച്ചുകൊണ്ട് പരമാർത്ഥമായ തത്വത്തിൽ നിന്നും തെറ്റിപ്പോവാതെ സഞ്ചരിക്കണം എന്ന് ഭൂമി എന്നെ പഠിപ്പിക്കും.
ഇതാണ് ഒന്നാമത്തെ പാഠം. ഇങ്ങനെ 24 പേരിൽ നിന്നും മനുഷ്യ ജീവിതത്തിലേക്ക് പകർത്താൻ പാകത്തിനുള്ള 24 പാഠങ്ങൾ ബുദ്ധിയിൽ ഞാൻ പഠിച്ച് അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് അതിനെ അഭ്യസിച്ച് ജീവിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പോകുന്നത്. അത്ര വ്യക്തമായ മറുപടിയാണ് അവധൂതൻ കൊടുത്തത്. നമ്മൾ നോക്കുമ്പോൾ ഭൂമി അത്രേ ഉള്ളൂ. ഈ ഭൂമിയിൽ നിന്ന് എന്തുമാത്രം പഠിക്കാനുള്ള പാഠങ്ങളാണ്. എത്ര വിശദമാക്കിയാണ് ഭാഗവതം നമുക്കത് പറഞ്ഞത്. ആക്രമ്യമാണോ പോയി ആക്രമിക്കപ്പെട്ടാലും, ദൈവവശാനുഗന്മാരാൽ എത്ര ആക്രമിക്കപ്പെട്ടാലും ഈ ആക്രമണം അവരുടെ കർമ്മവാസനയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ബുദ്ധി എന്നിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. തദ്വിദ്വാൻ, അതറിഞ്ഞിട്ട് നചലേത്, ഒട്ടും പോലും ചലിക്കാതെ ചാഞ്ചല്യമില്ലാതെ ധീരനായി നിൽക്കുന്ന തന്നെ ഭൂമി നിൽക്കുന്നു. ഇതാണ് ക്ഷിതേഹ വ്രതം. ഭൂമിയുടെ വ്രതം ഇതാണ് പഠിക്കാനുള്ളത്. ഭൂതൈരക്രമ്യമാണോപീധീരോ ദൈവവശാനുകൈ തദ്വിദ്വന്ന ചലേന്മാർഗാത് അന്വശിക്ഷം ക്ഷിതേർവ്രതം. ഭൂതൈരക്രമ്യമാണോപി ധീരോ ദൈവവശാനുകൈ തദ്വിദ്വന്ന ചലേന്മാർഗാത് അന്വശിക്ഷം ക്ഷിതേർവ്രതം. ഭൂതൈരക്രമ്യമാണോപി ധീരോ ദൈവവശാനുകൈ തദ്വിദ്വന്ന ചലേന്മാർഗാത് അന്വശിക്ഷം ക്ഷിതേർവ്രതം. ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചും പറയുമ്പോൾ ഇത്തിരി സമയം നമുക്ക് നീണ്ടുപോകും. എന്തായാലും നമുക്കൊരു സംസാരിക്കാം. നമ്മുടെ സമയം ഏതാണ്ടായി. അടുത്ത ശ്ലോകം അടുത്ത ദിവസം നോക്കാം. ആർക്കെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ സംസാരിക്കാം. അജകരഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? പാമ്പെന്നാണോ? അതെ. അപ്പൊ അത് കഴിഞ്ഞ് സർപ്പവും പറയുന്നുണ്ടല്ലോ സാറേ, രണ്ടും തമ്മിൽ വ്യത്യാസം വരുമോ? അപ്പൊ അതെ, പെരുമ്പാമ്പും സർപ്പവും രണ്ട് സ്വഭാവമുള്ളവരാണ്. പെരുമ്പാമ്പ് അല്ലേ? അജകരം. രണ്ടിന്റെയിൽ നിന്ന് ഓരോ പാഠം പഠിച്ചെന്ന് പറയാം. ആദ്യം പെരുമ്പാൻ പറയും. ശരി സാറേ, ശരി. സർപ്പത്തിൽ നിന്ന് എന്ത് പഠിച്ചു, പെരുമ്പാമ്പിൽ നിന്ന് എന്ത് പഠിച്ചു, അതിനാണ് രണ്ടാക്കി പറഞ്ഞത്. ഇനി അങ്ങോട്ട് ഈ 23 എണ്ണത്തെ കുറിച്ച് പറയാൻ പോവാം. ഇതൊരു വലിയ പാഠമായിരിക്കും എന്തായാലും. പിന്നെ എന്തൊരു ബുദ്ധിയിൽ നിന്ന് പഠിച്ചാണ് ഇത് അറിയുമ്പോഴാണ് നമ്മുടെ ചുറ്റും ഗുരുക്കന്മാരാണ് നിറഞ്ഞിരിക്കുന്നത്. നമ്മളാരും മൈൻഡ് ചെയ്യാറില്ല. ശരിയാണ്. ഇത് മാത്രമല്ല സാറേ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം നമുക്ക് ചില പെരുമാറ്റം കൊണ്ട് ചില വിദ്വേഷം തോന്നിയ വ്യക്തികളൊക്കെ നമുക്ക് ശരിക്കും ഓരോ പാഠം തരിക ചെയ്തത്. നമ്മളെ ശരിക്കും ഈ മനസ്സിൽ ഇഷ്ടക്കേട് വെച്ചുകൊണ്ട് ഉപകാരങ്ങൾ ചെയ്തു തരുന്നവരെക്കാൾ നമ്മളെ അപ്പോഴും പറഞ്ഞു വിടുന്നവരാണ് നമുക്ക് പാഠങ്ങൾ തരികയും നമ്മളതിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിച്ചിട്ട് കുറച്ചുകൂടെ ശ്രദ്ധാലുക്കളാവും. എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. അതെ, അങ്ങനെ വേണ്ടത്. അതുകൊണ്ടാണ് തന്നെ അതെ, ഇനി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകാതെ നമ്മൾ കുറെ കൂടെ ശ്രദ്ധാലുക്കളാവും. അപ്പൊ നമ്മൾ ശരിക്കും അവരെ സത്യത്തിൽ ബഹുമാനത്തോടെ ഓർക്കേണ്ടത്. അതേ പറഞ്ഞേ, ഈ പാരുഷ്യങ്ങളും ഒന്നുമില്ലാതെ എന്ത് ചെയ്യണം, സഹനശക്തി, ക്ഷമ ഉണ്ടാക്കിയെടുക്കാം. അതെ, ഇത് പണ്ട് വായിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മുതൽ നമുക്ക് നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ ചിലപ്പോൾ നമ്മളൊരു പുസ്തകമോ അല്ലെ പെൻസിൽ മറന്നു തന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത ദിവസം ആ ബുദ്ധിമുട്ട് അനുഭവിച്ചു ശ്രദ്ധാപൂർവ്വം പെൻസിൽ വെട്ടി ഭംഗിയാക്കി ബാഗിൽ ആദ്യം എടുത്തു വെക്കും. അവരൊക്കെ ശരിക്കും നമ്മൾ ഓരോ അർത്ഥത്തിൽ ഗുരുക്കന്മാരായിരുന്നു. അതെ 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 അതെ, അതെല്ലാം പാഠങ്ങളാണ്. ഉപസംഹരിക്കാം. ഇന്നത്തെ ദിവസമാവാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ സർ.